മകന് ശബരിമലയുടെ താന്ത്രിക ചുമതല കൈമാറണമെന്ന കണ്ഠരര് രാജീവരുടെ ആവശ്യം കോടതിക്ക് വിട്ട ദേവസ്വം ബോർഡ് നടപടിയിൽ സർക്കാരിന് അതൃപ്തി. ആരോപണം നേരിടുന്ന തന്ത്രിയുടെ ആവശ്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ തീരുമാനമെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. താഴവൺ കുടുംബത്തിൽ നിന്നും താന്ത്രിക ചുമതല മാറ്റണമെന്ന ആവശ്യത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിപ്പട്ടികയിലുള്ള വ്യക്തിയാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്. താന്ത്രിക ചുമതല മകൻ ബ്രഹ്മദത്തിന് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകി. ഇക്കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കട്ടെ എന്നതാണ് ദേവസ്വം ബോർഡ് നിലപാട്. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കോടതി ഇടപെടുന്നതിൽ സർക്കാരിന് എതിർപ്പുണ്ട്. രാജീവരുടെ ആവശ്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ തീരുമാനം എടുക്കണമായിരുന്നു എന്നതാണ് മന്ത്രി കെ മുരളീധരന്റെ നിലപാട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷെ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. അത് നിങ്ങൾ പറയുന്നതിന് തെറ്റല്ലേ? ബോർഡിന് വേണമെങ്കിൽ തീരുമാനം എടുക്കാവുന്ന കാര്യം. ബോർഡിന് എടുക്കാൻ തീരുമാനം, പക്ഷെ എന്തിനു ഹൈക്കോടതിക്ക് വീണ്ടും അത് ബോർഡ് ചെയ്യുന്ന തെറ്റ്. അത് ബോർഡിന്റെ ശരിയേട്. കാരണം അവർക്കൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത്തവണ പൂജയ്ക്ക് തന്ത്രി വേണം. അത് ബോർഡ് ഉത്തരവാദിത്തം കൈകൊള്ളുന്നു. അപ്പോൾ അതിന്റെ കാരണം എന്താ അറിയോ? കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നതുകൊണ്ട് ആ പേര് പറഞ്ഞ് ദേവസ്വം ബോർഡും കൈ കഴുകുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. താഴമൺ കുടുംബത്തിൽ നിന്നും താന്ത്രിക ചുമതല മാറ്റണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം BJP നേതാവ് KS രാധാകൃഷ്ണനാണ് ഉന്നയിച്ചത്. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച സജീവമാണ്. തന്ത്രിയെ നിയമിച്ച ദേവസ്വം ബോർഡിന് തന്നെ താന്ത്രിക ചുമതല എടുത്തുമാറ്റുന്നതിനും അധികാരമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശബരിമലയുമായി ബന്ധപ്പെട്ട നിർണായക വിഷയമായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നതിൽ സർക്കാരിനും വെല്ലുവിളിയുണ്ട്. രാജീവരുടെ ആവശ്യം കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിന് കോടതിയിൽ നിലപാട് പറയേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.